Hi friends, എല്ലാവർക്കും SMK Magical റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടിക്ക മയോണൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ടിക്ക മയോണൈസ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോഴിമുട്ടയുടെ ഉണ്ണി 2 എണ്ണം, എഗ് യോക്ക്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വൈറ്റ് സീസം, വെളുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ, ദെൻ ഗാർലിക് 3 to 5 അല്ലി വരെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗർ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ ഷുഗർ പഞ്ചസാര, പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് കടുക്, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ റെഡ് ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ. ദെൻ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടിക്ക സ്പൈസ് മിക്സ് 1/4 ടീസ്പൂൺ. ഇവ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിൽ ഇതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ഓറഞ്ച് ഫുഡ് കളർ 1 പിഞ്ച്, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്കിനി എന്ത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാം. 1 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇത് തിക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഓയിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടിക്ക മയോണൈസ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആണ്, നല്ല തിക്നെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്തിലാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. നിങ്ങൾ ഫസ്റ്റ് 1/4 കപ്പ് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇനി തിക്നെസ് കൺസിസ്റ്റൻസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഓയിൽ കുറച്ച് ഒഴിച്ച് നോക്കാം. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം തിക്നെസ് കൂടുതൽ വേണമെന്നനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.